നമ്മൾ ഈ മൊസാദിൻ്റെ കഥകൾ നിരന്തരം പറയുന്നുണ്ട്. മൊസാദ് മാത്രമല്ലല്ലോ ഇസ്രയേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസി. രാജ്യത്തിനകത്തെ കാര്യങ്ങൾ ഇടയ്ക്ക് പുറത്തും ചെയ്യാറുണ്ട്. ഷിൻബദ് ഉണ്ട്, പിന്നെ അമ്മൻ, അങ്ങനെ 2-3 ഏജൻസികളുണ്ട്. അപ്പോൾ മൊസാദ് മാത്രമാണോ ഇത്തരം ഈ വലിയ റിസ്കി ആയിട്ടുള്ള സ്തോഭജനകമായിട്ടുള്ള ഓപ്പറേഷൻസ് നടത്താറുള്ളത്? ഷിൻബത്ത് കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല. ഷിൻബത്ത് വളരെ ഗൗരവമുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഇവർ 3 ഏജൻസികളും സംയുക്തമായിട്ടും ചെയ്യാറുണ്ട്. പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷൻ ഷിൻബത്ത് ചെയ്ത കഥ നമുക്ക് പറയാം. 050507 ഒരു മൊബൈൽ നമ്പറാണ്. ഈ മൊബൈൽ നമ്പർ യാഹ്യ അയ്യാഷ് ഉപയോഗിച്ചിരുന്നതാണ്. ആ മൊബൈലുമായി ബന്ധപ്പെട്ടതാണ് കഥ ഷിൻബത്ത്. അത് ഇപ്പോൾ പേജറിൻ്റെ ഇതാണല്ലോ. മൊബൈൽ ഫോണൊക്കെ ലോകത്ത് പ്രത്യക്ഷപ്പെട്ട് തുടങ്ങുമ്പോൾ വലിയ മറ്റേ ഓർക്കുന്നുണ്ടല്ലോ അൽക്കാട്ടലിൻ്റെ പെട്ടി പോലെ ഇഷ്ടിയുടെ വലിപ്പമുള്ള അതെ, ആ സമയത്ത് ഒരു കഥയാണിത്. ഈ യാഹിയയുടെ കാര്യം കേട്ടിട്ടുണ്ട് ഞാൻ. അയാൾ ഈ ഹമാസിൻ്റെ സ്ഫോടക വസ്തു വിദഗ്ധനാണെന്ന് തോന്നുന്നു അല്ലേ? അയാളാണ് ബോംബ് നിർമ്മാണം പഠിപ്പിച്ചത് ഹമാസിനെ, സ്ഫോടക വിദഗ്ധൻ. ഞാൻ പലപ്പോഴും നമ്മളിപ്പോൾ IS സ്ലീപ്പർ സെല്ല് മറ്റവർ പിടിച്ചു ഇവിടെ ഇന്ത്യയിൽ പലതും നമ്മൾ വായിക്കുമ്പോൾ ഇതിൻ്റെ അകത്തൊരു എൻജിനീയർ ഉണ്ടാവും, 1-2 ഒക്കെ. ഇതെങ്ങനെയാണ് വന്നതെന്ന് എപ്പോഴും എന്തിനാണ് എൻജിനീയർ പിള്ളേർ ഈ പണിക്ക് പോകുന്നതെന്നൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്. ഇത് ഇയാളാണ് മാതൃക. ഈ യാഹ്യ അയ്യാഷ് എൻജിനീയർ ആയിരുന്നു. എൻജിനീയർ എന്ന് തന്നെയാണ് അറിയപ്പെട്ടിരുന്നതും ഹമാസിൻ്റെ ഉള്ളിലും പുറത്തും. ഹമാസിൻ്റെ മുഖ്യ ബോംബ് നിർമ്മാതാവ്. അയാളുടെ ബോംബുകൾ കൊണ്ട് 150 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്ക്. അപ്പോൾ ഷിൻബത്ത് അയാളെ ഒരു സെൽഫോൺ കൊണ്ടാണ് 1996 കൊല്ലുന്നത്. അത് ഇസ്രയേലിന് അന്ന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള പിടികിട്ടാ പുള്ളി ആയിരുന്നു യാഹ്യ അയ്യാഷ്. അപ്പോൾ 1996 ഇയാളെ കൊന്നിട്ടേ ബാക്കി കാര്യങ്ങളിലുള്ളൂ എന്ന് ഇസ്രയേൽ തീരുമാനിച്ചിരുന്നൊരു കാലം. അന്ന് ലോകം സെൽഫോണൊന്നും കണ്ടിട്ടില്ല. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഗാസയിൽ അന്ന് ഇത് ഇയാളുടെ വീട്ടിൽ സ്ഥാപിച്ചത് ഷിൻബത്താണ്. കാരണം ലാൻഡ് ഫോണിൻ്റെ കാലം മാത്രമാണത്. ആ ലാൻഡ് ഫോൺ മാത്രമുള്ള സമയത്ത് ഇത് ഇയാളുടെ അമ്മാവനെ ഷിൻബത്ത് വശത്താക്കിയിട്ട് അമ്മാവൻ്റെ അടുത്ത് ഇനി ബാപ്പയോടൊക്കെ നിനക്ക് സംസാരിക്കണമല്ലോ, ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തവരനാണ്. ആ കഥ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഇയാളെ പിന്നെ ഒസാമ ഫോർ ഇസ്രയേൽ എന്ന് ഇയാളെ പറ്റി ഇങ്ങനെ പറയുന്നു. അതായത് ഇയാളുടെ പേര് കേട്ടാൽ ഈ യാഹ്യ അയ്യാഷ് എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്തും ചെയ്യാൻ ഒരു ചാവേറാകാൻ തുനിഞ്ഞിറങ്ങുന്ന യുവാക്കൾ ധാരാളം. അത്ര ആവേശമായിരുന്നു. അത്ര ആവേശം ഇയാളെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു. ഒരു ഹീറോ ആയിരുന്നു അവരുടെ. അപ്പോൾ അവസാനത്തെ വാക്ക് ഇയാളുടേത് ബാപ്പ സുഖമാണോ എന്നായിരുന്നു. അതോടുകൂടി കഥ കഴിഞ്ഞു, തവിട് പൊടിയായി. ഈ മൊബൈൽ ഫോൺ നിന്നുപോയി. ബാപ്പ റീഡയൽ ചെയ്തു. അപ്പോൾ നമ്മൾ ഈ സ്ത്രീയുടെ ശബ്ദം കേൾക്കില്ലേ, അൺഅവൈലബിൾ എന്നുള്ളത്, അത് കേട്ടു. നിങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന വ്യക്തി ഇപ്പോൾ ഹൂറികളുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അതിൻ്റെ മലയാളം. അപ്പോൾ അങ്ങനെ ചീഫ് ബോംബ് നിർമ്മാതാവ് തീരുകയാണ്. ഇസ്രയേൽ ചാര സംഘടനകൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അത് ശരിക്ക് അവസാനം ഡീറ്റെയിൽസ് പറയാം. 29 വയസ്സ്. ഇസ്രയേലിൻ്റെ സെൽഫോൺ ബോംബിങ്ങിൻ്റെ ആദ്യത്തെ ഇരയാണ് അദ്ദേഹം. ഈ പേരിപ്പോൾ പറയുമ്പോൾ പരീക്ഷണം അതിലായിരുന്നു. അതിൻ്റെ കൃത്യത എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് നിന്ന ആൾക്ക് പോലും ഒരു പരിക്കും പറ്റാതെയാണ്. ലക്ഷ്യം മാത്രമേ സാധിച്ചിട്ടുള്ളൂ. ഇപ്പോഴും ഓരോരുത്തരുടെ പേജർ പൊട്ടുന്നത് പോലെ. അപ്പോൾ ഇസ്രയേലിലെ ആദ്യ ചാവേറാക്രമണത്തിന് ഈ അയ്യാഷ് ഉണ്ടാക്കിയ ബോംബാണ് ഉപയോഗിച്ചത്. അപ്പോൾ ചാവേറാക്രമണം തുടങ്ങുന്നത് തന്നെ ഉദ്ഘാടനം ചെയ്ത ഇയാളാണ്. ഇന്ന് ഗാസയിൽ വലിയ ഹീറോ ആണ്. ഒരു റോഡ് ഇയാളുടെ പേരിലുണ്ട്.
അയ്യാഷ് റോ ഉണ്ടായിരുന്നു ഗാസയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ലത്. ഇപ്പം ഇസ്രായേൽ അത് കളച്ച് കുറച്ച് കളഞ്ഞതാണ്. ആകെ വഷളാക്കിയിട്ടുണ്ട് അവിടെ. 1900 ഈ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ആണ് ഇയാൾ പഠിച്ചത് വെസ്റ്റ് ബാങ്ക് ആ ഭാഗത്ത് തന്നെയാണ്. 1 ഡസൻ ബോംബിങ്ങുകൾ ഇയാൾ ചെയ്തിട്ടുണ്ടാവും. അതിൽ പ്രധാനപ്പെട്ടത് ബെയ്ത്ത് ലിഡ് കൂട്ടക്കൊല മസാക്കർ, ബെയ്ത്ത് ലിഡ് മസാക്കർ എന്ന് പറയുന്നതാണ്. അത് പലസ്തീൻ ജിഹാദ് എന്ന് പറഞ്ഞ സംഘടനയില്ലേ, അവർ നടത്തിയ കൂട്ടക്കൊല 22 പേര് കൊല്ലപ്പെട്ടിരുന്നു. അതിൽ 21 പേരും ഇസ്രയേൽ ഭടന്മാരായിരുന്നു, പട്ടാളക്കാർ. അപ്പോൾ ഇസ്രയേലിന് മറക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്തല്ലോ ഇയാൾ. അതാണ് ടാർഗറ്റിലേക്ക് വരുന്നത്. 1995 നവംബറിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ഇഷാഖ് റബീൻ കൊല്ലപ്പെട്ടു. അത് ഹമാസ് ഒന്നല്ല, 2 മാസം കഴിഞ്ഞിട്ടാണ് ഈ അയ്യാഷിനെ കൊല്ലുന്നത്. ഈ റബീനെ കൊല്ലുന്നത് ഷിൻബത്ത്. അപ്പോൾ റബീൻ കൊല്ലപ്പെടുന്നു എന്നുള്ളത് അവിടുത്തെ ചാരസംഘടനകളുടെ ഒരു പരാജയമാണല്ലോ. അങ്ങനെ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ഈ ഷിൻബത്ത് ശരിക്കും നിരാശയിൽ ആണ്ട് നിൽക്കുന്ന സമയത്ത് 2 മാസം കഴിഞ്ഞ് കിട്ടിയ ഓപ്പറേഷനാണിത്. ഈ റബീനെ കൊന്നത് ഇഗാൽ അമീർ എന്ന് പറഞ്ഞിട്ട് ഇഗാൽ അമീർ എന്ന് പറഞ്ഞിട്ട് ഇസ്രയേലിലെ തന്നെ ഒരു വലതുപക്ഷ തീവ്രവാദിയാണ് റബീനെ കൊല്ലുന്നത്. ജൂതന്മാർക്കിടയിലെ വേറൊരു തീവ്രവാദി, വലതുപക്ഷ റൈറ്റ് എക്സ്ട്രീം ആണ്. അയാൾ ഓസ്ലോയിലെ സമാധാന ഉടമ്പടിക്ക് എതിരായിരുന്നു റബീൻ ഒപ്പിട്ട. അങ്ങനെയുണ്ടല്ലോ ആളുകൾ. അപ്പോൾ എന്നിട്ട് അയാളൊരു നിയമ വിദ്യാർത്ഥിയായിരുന്നു. ഇത് ചെയ്യുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഇയാളുടെ കൂടെ നുഴഞ്ഞു കയറിയിട്ടുണ്ടായിരുന്നു ഷിൻബത്തിൽ നിന്നൊരാൾ ഈ വലതുപക്ഷ തീവ്രവാദി സംഘടനയിൽ നുഴഞ്ഞു കയറിയിരുന്നു. അങ്ങനെയും ആ സംഘടനയിൽ അയാൾ പോപ്പുലറും ആയിരുന്നു, ഷിൻബത്തിൻ്റെ ഈ ഏജന്റ്. അയാളുടെ പേര് അവിഷായ് റവീവ്. അപ്പോൾ അയാൾ അവിടെ വളരെ പോപ്പുലറായ വലതുപക്ഷ തീവ്രവാദി പൊളിറ്റീഷ്യനായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷേ ഷിൻബത്തിൻ്റെ ചാരനായിരുന്നു അയാൾ. എന്നിട്ട് അയാൾക്ക് ഷാംപെയിൻ എന്നായിരുന്നു കോഡ്, ഷാംപെയിൻ എന്നാണ് ഷിൻബത്തിൽ അറിയപ്പെട്ടിരുന്നത്. അയാൾക്കെതിരെ പിന്നീട് ഷിൻബത്ത് നടപടിയെടുത്തു. അറിയിക്കാൻ പറ്റാത്ത അറിയാതിരുന്നുകൊണ്ട് കൈകാര്യം ചെയ്യാൻ ഈ കൊലപാതകത്തിലെത്തിയല്ലോ. അതിനു മുമ്പ് അത് അവേർട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതിൻ്റെ പേരിൽ ആ സംഘടനയിൽ നിൽക്കുകയാണ്. ആ സംഘടനയിൽ ഒരുത്തം കൊല്ലാൻ പോകുന്നു എന്നുള്ളതും അറിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് ആൾക്കെതിരെ നടപടിയൊക്കെ എടുത്തു. അതൊന്നും പുറത്ത് പറയുന്ന കാര്യങ്ങളല്ല. ഇയാളുടെ ബോംബിൻ്റെ അകത്ത് ഈ TNT പോലുള്ള സ്ഫോടക വസ്തുക്കളൊന്നും അല്ലായിരുന്നു. നാടൻ സംഗതി വെച്ചിട്ട്, എഞ്ചിനീയർ ആണല്ലോ ഇയാൾ ചെയ്തിരുന്നു. വീട്ടു സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെ അത്യാവശ്യത്തിനൊരു ബോംബ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അസറ്റോൺ, പിന്നെ ഡിറ്റർജൻസ് ഇല്ലേ, അതൊക്കെ ഉപയോഗിക്കും അയാൾ. പിന്നെ സോപ്പ് പൊടി. അയാളെ അപ്പോൾ ഈ മദർ ഓഫ് സാത്താൻ എന്നാണ് അയാൾ വീട്ട് സാധനങ്ങളെയൊക്കെ വിളിച്ചിരുന്നത്. ചെകുത്താൻ്റെ മാതാവ് എന്ന് പറഞ്ഞ് ഇങ്ങനത്തെ സാധനങ്ങളും കൊണ്ടും ഉണ്ടാക്കാനുണ്ട്. 1992 3 ചാവേറാകാനായിട്ട് പരീക്ഷണത്തിലുള്ള പരിശീലനത്തിലുള്ള 3 പേര്. ആ 3 പേര് 12 കിലോ പെട്രോൾ ടാങ്കുകൾ ഫില്ല് ചെയ്തിട്ട് അത് ബോംബ് സ്ഫോടനമായിട്ട് ഡിറ്റോണേറ്റ് ചെയ്ത് പൊട്ടിത്തെറിച്ചു ഈ ടാങ്കുകൾ. അത് ഇയാളുടെ ഒരു ഓപ്പറേഷനായിരുന്നു. അപ്പോൾ ആ ഓപ്പറേഷൻ ചെയ്തപ്പോഴാണ് ഇത് അയ്യാഷാണ് ചെയ്തത് എന്ന് ഇസ്രയേൽ മനസ്സിലാക്കുന്നത്. ഇവനാണ് ഇങ്ങനെ നടക്കുന്ന ചാവേർ സ്ഫോടനം, കൂട്ടക്കൊല, ഇതിൻ്റെയൊക്കെ ആളെന്ന് മനസ്സിലായത്. അപ്പോൾ അവനെ തകർക്കും എന്ന് തീരുമാനിച്ചു. 1995 ജൂണിൽ ഇയാൾക്ക് മറ്റേ വെസ്റ്റ് ബാങ്കിൽ ഭയങ്കര ചൂടെന്നൊക്കെ തോന്നിയിട്ട് ഗാസയിലേക്ക് മാറി താമസിക്കണം എന്നൊരാഗ്രഹം വന്നു ഇയാൾക്ക്. മാത്രമല്ല ഇയാൾക്ക് ഈ ഫാമിലി മാൻ ആയിരുന്നു. കുടുംബത്തിൽ ജീവിക്കുന്നത് വലിയ ഇഷ്ടം, ബാപ്പയും ഉമ്മയൊക്കെ വലിയ ഇഷ്ടം. അപ്പോൾ ഭാര്യ ഗാസയിൽ താമസിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇയാൾ വിവാഹം ചെയ്തിരുന്നു. 29 വയസ്സുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു ഇയാൾക്ക്. അപ്പോൾ ഇയാളുടെ കൂടെ പഠിച്ചിരുന്ന സഹപാഠി ഒസാമ ഹമാദ് എന്ന് പറഞ്ഞ ആൾ ഗാസയിലുണ്ട്. അയാളെ സമീപിച്ചു, എനിക്കൊരു അക്കോമഡേഷൻ അവിടെ വേണം, വന്നോ എന്ന് ഇയാൾ പറയുകയും ചെയ്തു.
അങ്ങനെ ബെയ്ത്ത് ലാഹിയ ദുരിതാശ്വാസ ക്യാമ്പിൻ്റെ അടുത്ത് ഒസാമ ഹമാദിൻ്റെ ഒരു വീട്ടിൽ ഇയാൾ താമസമാക്കി വന്ന് വടക്കൻ ഗാസയിലാണ്, ഉത്തര ഗാസയിലാണ് സംഭവം. ഇയാൾ ഭാര്യയും കുട്ടിയും വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഗാസയിലെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഇയാൾ നടന്നുകൊണ്ടിരുന്നത്, ഇയാളെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം, ബുർക്കയിലാണ് ഇയാൾ. ബുർക്ക പർദ്ദ മൊത്തം മൂടി ആണ് ഇപ്പോൾ യാഹിയ സിൻവർ നടക്കുന്ന പോലെ. അത് സുനിൽ പറയട്ടെ എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ മുമ്പും മാതൃകയുണ്ട്, പൂർവ്വ മാതൃകയുണ്ട് ബുർക്ക ഇട്ട് നടക്കാൻ. എന്നിട്ട് റഫാത്തിൽ, വെസ്റ്റ് ബാങ്കിലാണ് ബാപ്പയും ഉമ്മയും താമസിക്കുന്നത്. വെസ്റ്റ് ബാങ്കിലെ റഫാത്ത്. 1996 ജനുവരി 5 അതാണ് ദിവസം. 4:30 പുലർച്ചെ 4:30 ഇയാൾ വന്നിട്ട് ഈ വീട്ടിൽ കിടന്നു. ഈ അയ്യാഷ് കിടന്നിട്ട് ഒരു ടേബിള്, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, വലിയ സൗകര്യങ്ങളൊന്നുമില്ല. ഒരു മാട്രസ് ഉണ്ട് കിടക്കാനായിട്ട്. എന്നിട്ട് ഇയാളുടെ വീട്ടിൽ വന്നു. ഒസാമ താമസിക്കാൻ കൊടുത്തിട്ടുള്ള വീട്ടിൽ വന്നു. റൈഫിൾ ഉണ്ടായിരുന്നു കയ്യിൽ, അത് താഴെ വെച്ചു. കാരണം രാത്രി മുഴുവൻ ഒരു ബോംബ് ഉണ്ടാക്കാനുള്ള പദ്ധതിയുടെ തിരക്കിലായിരുന്നു. ബോംബൊക്കെ ശരിപ്പെടുത്തിയിട്ട് പുലർച്ചെ വന്ന് കിടക്കാൻ നോക്കിയതാണ്. അപ്പോൾ അങ്ങേര് ലാൻഡ് ഫോൺ നോക്കി, ബാപ്പയോട് സംസാരിക്കണം നോക്കിയിട്ട്. ആ ലാൻഡ് ഫോൺ ഉടനെ കണ്ടില്ല ഇയാൾക്ക്. അപ്പോൾ ഇയാൾ മറ്റേ ഈ ഒരു മൊബൈൽ ഫോൺ മറ്റേ അമ്മാവൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ, അമ്മാവൻ ആ മൊബൈൽ ഫോൺ കൊടുത്തുകൊണ്ട് ബാപ്പയ്ക്ക് നമ്പർ കൊടുത്തിരുന്നു, അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാം ബാപ്പ എന്ന് പറഞ്ഞിട്ട്. അതാണ് 05050507497. അപ്പോൾ പലപ്പോഴും അവിടുത്തെ ഈ ലാൻഡ് ഫോണിൻ്റെ ലൈൻ വിശ്വസിക്കാൻ കിട്ടാത്തത് കൊണ്ടൊക്കെയാണ് അത് കൊടുത്തിരുന്നത്. അങ്ങനെ ഈ മോട്ടറോള ഫോണായിരുന്നു അത്. ആ ഫോണിൽ ആണ് വിളിച്ചത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സുഖമാണോ ബാപ്പ എന്ന് ചോദിച്ചപ്പോഴേക്കും സംഗതി തീരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇയാളുടെ യാത്രയൊക്കെ വാച്ച് ചെയ്തുകൊണ്ടിരുന്ന, നിരീക്ഷണത്തിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഘം ഇസ്രയേലികൾ, ഈ ഷിൻബത്തിൻ്റെ ആളുകൾ, ഈ പച്ചയും നീലയും ആയിട്ടുള്ള ഈ തണുപ്പ് കാലമാണ് കോട്ടിട്ട് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ ഫീൽഡ് റേഡിയോ ഉണ്ടായിരുന്നു, അവരുടെ സെൽഫോണ്, ബ്ലാക്ക് ബോക്സ്, ഇതൊക്കെ ബൈനോക്കുലേഴ്സ് ഒക്കെ അവരുടെ കയ്യിലുണ്ടായിരുന്നു. ഇയാൾ വരുന്നത് പുലർച്ചെ അച്ചമ്മയോടുകൂടി കാത്തു നിൽക്കുകയായിരുന്നു അവർ. മുകളിലൊരു ചെറിയ വിമാനം ഈ പറക്കുന്നുണ്ടായിരുന്നു. വല്ല അകമ്പടിയോ ഒക്കെ ആയിരിക്കണം, ഈ ചാരപ്രവർത്തനം നടക്കാൻ പോവുകയാണല്ലോ. അപ്പോൾ ഷിൻബത്ത് ഈ മോട്ടറോള ഈ റിഗ് ചെയ്തിരുന്നു. അതിൻ്റെ അകത്ത് സ്ഫോടകം, ഈ പറഞ്ഞ സ്ഫോടകം വെച്ചിരുന്നു. റേഡിയോ കൺട്രോൾഡ് ബോംബായിരുന്നു അത്. ആ മോട്ടറോളയുടെ ഉള്ളിൽ 50 ഗ്രാം RDX ആണ് അതിൻ്റെ അകത്ത് വെച്ചിരുന്നത്. ബാറ്ററി കമ്പാർട്ട്മെൻറ്റിൽ ആണ് ആ ബോംബ്. അന്നും ബാറ്ററിയാണല്ലോ ഈ ഇഗ്നേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും സൗകര്യം. അതെ, അപ്പോൾ ചെയ്തിരുന്നു. ഇനിയാണ് അതെങ്ങനെയാണ് ഇവർക്ക് ബഗ് ചെയ്യാൻ കഴിഞ്ഞതെന്നുള്ളത്. ഇവർ ഇയാളുടെ അമ്മാവൻ കമാൽ ഹമ്മദ് എന്ന് പറഞ്ഞ അയാളൊരു കോൺട്രാക്ടറാണ്, കരാറുകാരൻ. അയാളെ പോയി കണ്ട് അയാൾക്ക് പൈസയൊക്കെ വാഗ്ദാനം ചെയ്തിരുന്നു. $1 മില്യൺ ആണ് കൊടുത്തത്. അന്നത്തെ കൺവെർഷൻ റേറ്റിൽ 3.55 കോടി രൂപ അന്നത്തെ റേറ്റാണത്. അപ്പോൾ അയാൾക്ക് അത്രയും കൊടുത്ത് അയാൾ സമ്മതിച്ചാണ്. കൊണ്ടുപോയിട്ട് ഈ കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചും മേടിച്ചു. അങ്ങനെയാണ് ഷിൻബത്തിന് ഈ ബോംബ് വെക്കാനായിട്ട് കൊടുത്തത്. ഞാനിത് ഉടനെ തിരിച്ചു കൊണ്ടുവന്ന് തരാട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിരിച്ച് മൊബൈൽ ഫോൺ ആദ്യം ബോംബില്ലാതെയാണ് കൊടുത്തത്. പിന്നെ തിരിച്ചു മേടിച്ചിട്ട് ഇവർ ഈ 1 മില്യൺ കൊടുത്ത ശേഷം തിരിച്ചു മേടിച്ച് കൊണ്ടുപോയി മാറ്റി മറ്റേത് ഫിറ്റ് ചെയ്ത് കൊണ്ട് കൊടുത്തു അമ്മാവൻ. സ്ഫോടനം കഴിഞ്ഞിട്ട് ഈ കമാൽ അമ്മാവൻ
അവിടെ ഇല്ലായിരുന്നു. പിന്നെ ആ ഭാഗത്തില്ല, അപ്രത്യക്ഷനായി, തിരോധാനം ചെയ്തു. അയാൾക്കൊരു മേഴ്സിഡീസ് ഉണ്ടായിരുന്നു, പണമൊക്കെ ഉള്ള ആളായിരുന്നു, അത്യാവശ്യം പൈസ ഉണ്ടായിരുന്നു, ഒരു കൊട്ടാരം പോലത്തെ വീടും ഉണ്ടായിരുന്നു അയാൾക്ക്. ആ 1 മില്യണും കൊണ്ട് ഇയാളൊരു വ്യാജ പാസ്പോർട്ട് എടുത്തു കൊടുത്തിരുന്നു, വിസയും കൊടുത്തിരുന്നു. അമേരിക്കയിലേക്ക് പോയി. ഇപ്പോൾ അവിടെ എവിടെയോ സുരക്ഷിതമായിട്ട് സുഖമായി ഉണ്ടാവും, റിൻസണെ പോലെ. അപ്പോൾ 8:40 രാവിലെ ആയപ്പോഴാണ് ഈ ഫോൺ അടിച്ചത്, മോട്ടോറോള. അപ്പോഴാണ് ഈ ബാപ്പ വിളിയും സംഗതിയൊക്കെ, ഒരു ലോ ഫ്ലൈങ് താഴ്ന്നു പറക്കുന്നൊരു വിമാനത്തിൻ്റെ ശബ്ദം അവിടെ ഉണ്ടായിരുന്നു. ഈ സ്ഫോടനത്തിൽ മുഖത്തിൻ്റെ വലതുവശം മുഴുവൻ തകർന്നുപോയി. സ്കള്ള് അതുമൊക്കെ തകർന്നു. തലച്ചോറിൽ ബോംബിൻ്റെ ചീളുകൾ, ഷാർപ്പനൽ കയറി, അതുമൊക്കെ തവിടുപൊടിയായി. നശിക്കാതെ ഇൻടാക്റ്റ് ആയിട്ടുണ്ടായിരുന്നത് ഈ വലത് കൈ, ഇത്രയും. ഇത് പിന്നീട് ഹമാസിനൊരു സിമ്പലായി. സുനിൽ, ഇത് ഇവിടെ SFI പിള്ളേരുമൊക്കെ ഈ ഒരു കൈ മാത്രമായിട്ട് ചിലപ്പോൾ അവരുടെ ഇന്തിഫദ പോസ്റ്ററുകളിലൊക്കെ കാണാം, ഹമാസിൻ്റെ ഒക്കെ ഒരു കൈ. അതാക്കിഴക്കന്മാർക്കൊന്നും അറിയില്ലായിരിക്കും കഥ. ഈ കഥ അറിയില്ലായിരിക്കും. അവർ ഈ മുഷ്ടി ചുരുട്ടുന്നത് അതിൻ്റെ ആയിരിക്കും, പിടിച്ച് വിഷമിച്ചപ്പോൾ നിവർത്തായിരിക്കും. ഇത് ചുരുട്ടാത്തത് ഇങ്ങനെ ഒരു കൈ, ഇവരുടെ ഒരു സിമ്പലായിട്ട്. ഹമാസ് ഇപ്പോഴും ഇയാളുടെ അവിടെ പ്രക്ഷോഭവും പ്രതിഷേധവും ഒക്കെ നടത്തുമ്പോഴും ഈ കൈ ഞങ്ങൾ ഇസ്രയേലിനെ ശരിയാക്കി കളയുന്നതുകൊണ്ട് സിമ്പലായിട്ട് ഇതുണ്ടാവും. പക്ഷെ സിമ്പൽ എന്ന് പറയുന്നത് ഒരു ചത്തവന്റെ കൈയാണ്, അല്ലാതെ വേറെ വല്ലതിൻ്റെ ഒക്കെയാണ്. അതാണ് പേജറിൻ്റെ ഒക്കെ ഒരു കാലത്ത് ഒരു ഷിൻബത്ത് ഓപ്പറേഷൻ. ആദ്യത്തെ ഈ ടെക്നോളജി ബോംബായിരുന്നു അല്ലേ, കമ്മ്യൂണിക്കേഷൻ ബോംബ്, ടെലികമ്മ്യൂണിക്കേഷൻ ബോംബ്. അതെ, അത് ചെയ്തവൻ ആദ്യത്തെ അവിടെ ചാവേർ ആക്രമണം, അതിന് ബോംബ് ഉണ്ടാക്കിയവനുമായിരുന്നു. ഏതായാലും നമ്മൾ ഈ പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങൾ നടക്കുമ്പോൾ ഈ കഥ ഒന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ്. ഇത് തുടങ്ങി വെച്ചിട്ട് ഒരുപാട് കാലമായി, ഇപ്പോൾ തുടങ്ങിയതല്ല. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.